അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചിരുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. അട്ടിമറിക്ക് നിലവിൽ തെളിവ് കിട്ടിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബോയിംഗ് വിമാനത്തിന്റെ ഫ്യുവൽ സ്വിച്ചിലെ അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നു. ആർ അച്യുതൻ, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ വ്യക്തത വരുന്നില്ല എന്ന് മാത്രമല്ല, ദുരൂഹത കൂടുകയും ചെയ്യുന്നു. അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ വിമാന അപകടത്തിന്റെ കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ആ കാരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ നീങ്ങിയിട്ടില്ല. അതായത് ഈ പറന്നു പൊങ്ങിയ AI-171 എന്ന് പറയുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇതിൻ്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്നു. ആ പ്രവർത്തനരഹിതമാകുന്നതിനുള്ള കാരണം ഈ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് അത് നിയന്ത്രിക്കുന്ന സ്വിച്ച്, ഈ 2 എഞ്ചിനുകളിലേക്കുമുള്ള 2 സ്വിച്ചുകളും ഓഫായി എന്നുള്ളതാണ്. അതായത് വിമാനത്തിൻ്റെ ആ രീതിയിൽ അതിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ റൺ എന്ന് പറയുന്ന മോഡിൽ നിന്ന് അത് കട്ട് ഓഫ് എന്ന് പറയുന്ന മോഡിലേക്ക് മാറുകയും 2 എഞ്ചിനുകളുടെയും ഫ്യൂവൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫാവുന്ന സാഹചര്യം ഉണ്ടായി. ഇത് തിരിച്ചറിഞ്ഞ ഒരു പൈലറ്റ് ഒപ്പം ഉണ്ടായിരുന്ന പൈലറ്റിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതും ഈ കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് ഈ സ്വിച്ചുകൾ ഓഫാക്കിയതെന്നാണ്. പക്ഷേ പൈലറ്റിൻ്റെ മറുപടി താനത് ചെയ്തിട്ടില്ല എന്ന മറുപടിയായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഈ സ്വിച്ച് ഓണാക്കുകയും ഈ 2 എഞ്ചിനുകളും പ്രവർത്തനക്ഷമമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ഒരു എഞ്ചിൻ മാത്രമാണ് നേരിയ ത്രസ്റ്റ് ഉണ്ടായത്. പക്ഷേ രണ്ടാമത്തെ എഞ്ചിന് ആ ഒരു ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ വിമാനം നിലം പതിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതായത് ഇത് ടേക്ക് ഓഫ് ചെയ്ത് 0.9 നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് വിമാനം ഒരു ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്ന് വീഴുന്നത്. നിലവിലെ ഈ കണ്ടെത്തലുകൾ അത് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ അത് ഓഫായതാണ്. പക്ഷേ അത് ഓഫായി എന്ന് പറയുമ്പോഴും അത് ഉപയോഗിക്കുന്നതിന് ചില രീതികളുണ്ട്. അതായത് ഒരു ഫിസിക്കൽ പ്രസൻസിലൂടെ അല്ലാതെ അതിനെന്തെങ്കിലും ഒരു തകരാറുണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. കാരണം ആ സ്വിച്ച് ഒരല്പം പുള്ള് ചെയ്തതിന് ശേഷമാണ് അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ അത് ഒരു ഫിസിക്കൽ ഇടപെടലിലൂടെ മാത്രമേ അത്തരമൊരു സാധ്യതകളുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ തന്നെ ഈ വിമാനത്തിൻ്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പരിശോധനകൾ നടത്തണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതൊരു നിർബന്ധിതമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ആയിരുന്നില്ല. അതുകൊണ്ടാകണം അതിൻ്റെ പരിശോധനകൾ നടത്തിയിരുന്നില്ല എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. മറ്റു കാരണങ്ങൾ ഒപ്പം വിലയിരുത്തുകയും ചെയ്തു. അതായത് അമിത ഭാരം ഈ വിമാനത്തിനുണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സ് അത്തരത്തിലുണ്ടായിരുന്നോ, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വിങ്സിലെ ഫ്ലാപ്പ് അത് നോർമലായിരുന്നു, അതിൽ യാതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. ലാൻഡിംഗ് ഗിയറിലും അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. മറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞൊരു കാര്യം, ഈ ഇന്ധന സ്വിച്ചുകൾ ഓഫായതിന് തൊട്ടു പിന്നാലെ റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ആയി എന്നതാണ്. അത് ഒരു ചെറിയ രീതിയിലൊരു ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് വിമാനത്തിൻ്റെ ഊർജ്ജം പൂർണ്ണമായി നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഓണാകുന്ന അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആവുന്ന ഒരു സംവിധാനമാണിത്. ഇത് ആക്ടിവേറ്റ് ആയിരുന്നു. അത് CCTV ദൃശ്യങ്ങളിലൂടെ അത് വ്യക്തമാണ് എന്നതും കണ്ടെത്തി. ഒപ്പം പൈലറ്റുമാരുടെ ആരോഗ്യനില, മാനസിക നില സംബന്ധിച്ചും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷികളുടെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടമായി വന്ന് വിമാനത്തിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യമോ പ്രതികൂല കാലാവസ്ഥയോ ബാധിച്ചിട്ടില്ല എന്നതും കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോഴും എന്താണ് ഈ ഇന്ധന സ്വിച്ചുകൾ ഓഫാക്കാൻ ഇടയാക്കിയത്, അതെങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടന്നത് എന്നെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് AIB ആ 15 പേജുള്ള റിപ്പോർട്ടിൽ അവസാനമായി പറയുന്ന കാര്യം. നിലവിൽ ബോയിങ്ങിനെതിരെ നടപടിയെടുക്കാനൊന്നും ശുപാർശ ചെയ്തിട്ടില്ല. മറിച്ച് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഹാങ്ങറിൽ സൂക്ഷിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണ് ആ ചുരുളുകൾ അഴിയാൻ. കാരണം ഈ അപകടം നടന്നതിന് പിന്നാലെ ലോകമെമ്പാടും തേടിയത് ഈ വിമാന അപകടത്തിൻ്റെ കാരണം തന്നെയാണ്. പക്ഷേ കാരണം ലഭിച്ചെങ്കിലും അതെങ്ങനെ സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുകയാണ്. ഹാഷ്മി.